ഈ അപരാധിച്ച മനുഷ്യരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. മനുഷ്യൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ വയറ്റി കിടക്കണം എന്ന്. അയാൾ കേട്ടതെന്തുവാ? വയറ്റി പിടിക്കണം. ആരുടെയാ? സ്വന്തം ഭാര്യയുടെ ഒന്നുമല്ല. കണ്ട പെണ്ണുങ്ങളുടെ ബിന്ദുവിന്റെ ചിരി കണ്ടോ അയാളെ? ഇവിടെ മനുഷ്യൻ തനിക്ക് നാണമില്ലേ? ഇയാളെ കൊണ്ട് എവിടെങ്കിലും പോകാൻ പറ്റുമോ? കള്ളു കുടിച്ച് അവിടെ അല്ലമ്പാക്കും. അല്ല, ഇയാളെ എന്തിനെ കുറിച്ചും പറഞ്ഞേ? മുഴുവൻ കുടുംബം ഇങ്ങനല്ലേ? ഏതാണ്ട് അവിടെ നല്ലത്? ആരുമില്ല, എല്ലാത്തിനും കള്ളു മതി. സന്തോഷം വന്ന കള്ള്, ദുഃഖം വന്ന കള്ള്, മഴ പെയ്താ കള്ള്, മഴ പെയ്തില്ലെങ്കിൽ കള്ള്. എന്തിനു പറയണം, ഒരാളെ ചത്താ പോലും കള്ള. ഇയാൾക്ക് കുഞ്ഞിലെ അമ്മയുടെ മുലപ്പാല് കിട്ടിയിട്ടില്ല. അയക്കട വീട്ടുകാർ കള്ള കൊടുത്തപ്പോ എനിക്ക് ഉറപ്പാണ് കള്ളും കുടിക്കും കള്ളും പറയും. അതാണ് ഇവരുടെ ജീൻസ് ആണത്. കല്ലുമ്മേൽ ഫാമിലി അല്ല, കള്ളുമ്മേൽ ഫാമിലി. എന്റെ പോസ്റ്റിന്റെ അവിടെ കിടപ്പുണ്ടോ? അവിടെ കിടക്കട്ടെ. ആരും വരത്തില്ല വിളിക്കാൻ, അവിടെ കിടക്കട്ടെ. അയാളുടെ കുണ്ടിക്ക് കറണ്ടടിക്കുമ്പം അയാൾ തന്നെ എണീച്ചു വരും. ഇനി ചത്താലേ കൊണ്ട് കുഴിച്ചു മൂടും. അത്രേ ഉള്ളൂ. എത്ര തങ്കപ്പെട്ട മനുഷ്യന്മാര് വന്ന് എന്നെ കെട്ടാൻ വേണ്ടി. അപ്പൊ എന്റെ തന്തപ്പടിക്ക് ഈ കള്ളൂടിനെ മതി. എന്താ? അയാൾക്ക് ചീവസ് അടിക്കാൻ ഒരു പങ്കാളി വേണം. അതിന് മകളുടെ ജീവൻ നശിച്ച അയാൾക്ക് എന്ത്? അയാളെ ചത്തു പോവുകയും ചെയ്തു. എവിടെ? എന്തെങ്കിലും കാണുന്നുണ്ടോ? ചിരിക്കുന്നുണ്ടായിരിക്കും. സന്തോഷിച്ചു. ഭാര്യയെന്നോ മക്കളെന്നോ ഒരു ചിന്തയില്ലാത്ത ഇതുപോലത്തെ വേട്ടവളിയന്മാരെ എന്തോ പറയാനാ? ഇതൊന്നും ഉപദേശിച്ചാൽ നന്നാവത്തില്ല. അതിലെ രസം. അയാളുടെ ഒരു മാനസമൈനെ മാറി കിടക്കും. മൈനെ